പെർമിറ്റില്ലാതെ സർവീസ്, അമിത വേഗത, മത്സരയോട്ടം എന്നിങ്ങനെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ വടകരയിൽ സ്വകാര്യ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന. വടകര പുതിയ ബസ് സ്റ്റാൻഡിലാണ് വടകര RTO P രാജേഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ബസ്സുകളുടെ മത്സരയോട്ടം അപകടങ്ങൾക്കിടയാക്കുന്നുവെന്ന പരാതി വ്യാപകമാണ്. മാത്രമല്ല, ബസ്സുകൾ പെർമിറ്റില്ലാതെ സർവീസ് നടത്തുന്നതായും പരാതിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. കൂടാതെ വാഹനങ്ങളിലെ സ്പീഡ് ഗവർണർ, എയർഹോൺ എന്നിവയും പരിശോധിച്ചു. പല ബസ്സുകളിലും സ്പീഡ് ഗവർണർ ഇല്ലെന്ന് കണ്ടെത്തി. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 15ഓളം ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി RTO അറിയിച്ചു. കുറ്റ്യാടി, നാഥാപുരം, തൊട്ടിൽപ്പാലം ബസ് സ്റ്റാൻഡുകളിലും ഇത്തരം പരിശോധന തുടരും. വിദ്യാർത്ഥികൾ കയറുന്നതിനിടെ അപകടകരമാം വിധം വാഹനം നീക്കിയ വടകര പാനൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന പൗർണമി ബസ് ഡ്രൈവർക്കെതിരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന തരത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബസ്സുകളിൽ 3 ക്യാമറകൾ നിർബന്ധമായും വേണമെന്നും ഇവ പ്രവർത്തനക്ഷമമായിരിക്കണമെന്നും RTO പറഞ്ഞു. കൂടാതെ കണ്ടക്ടർമാർക്ക് നിർബന്ധമായും യൂണിഫോം ഉണ്ടായിരിക്കണം. പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും പരിശോധിച്ചത് ബസ്സുകളുടെ പെർമിറ്റാണ്. പെർമിറ്റില്ലാതെ സർവീസ് നടത്തുന്നു എന്നുള്ള പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെർമിറ്റ് പരിശോധിച്ചത്. അതുകൂടാതെ ബസ്സുകളുടെ അമിത വേഗതയും മത്സരയോട്ടവും അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. അതും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. സ്പീഡ് ഗവർണർ, എയർഫോൺ തുടങ്ങിയ ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അപാകതകൾ കണ്ടെത്തി കേസ് എടുത്തിട്ടുണ്ട്. ഇനിയും പരിശോധന നടത്തുന്നതാണ്. കൂടാതെ നാദാപുരം, കുറ്റ്യാടി, തൊട്ടിൽപ്പാലം തുടങ്ങിയ സ്റ്റാൻഡുകളിലും പരിശോധന സംഘടിപ്പിക്കുന്നതാണ്. ഒരു 15ഓളം ബസ്സുകൾക്കെതിരെ ഇപ്പോൾ ഓൾറെഡി നടപടി എടുത്തിട്ടുണ്ട്. ഹൈവേ ഇപ്പോൾ വർക്ക് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഹൈവേയിൽ വെച്ച് പരിശോധന നടത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചിട്ട് പരിശോധന സംഘടിപ്പിച്ചത്.